നമസ്കാരം. ഞാനിന്ന് പറയാൻ ആഗ്രഹിക്കുന്നത് യുദ്ധങ്ങളെക്കുറിച്ചൊരു ചെറിയ കാര്യമാണ്. നമ്മുടെ വീഡിയോ സീരീസിൽ യുദ്ധങ്ങളെക്കുറിച്ച് 2 വീഡിയോ മുമ്പ് ചെയ്തിട്ടുണ്ട്. 28ാമത്തെ വീഡിയോ, പിന്നെ 74ാമത്തെ വീഡിയോ. രണ്ടിൻ്റെയും ലിങ്ക് ഞാൻ കമൻറ്റ് സെക്ഷനിൽ ഇടാം. അപ്പോൾ ഇത് യുദ്ധത്തെക്കുറിച്ചുള്ള വേറൊരു കാര്യമാണ്. ഒരു കാര്യത്തിനെക്കുറിച്ച് പല വീക്ഷണങ്ങളുണ്ടാവുമല്ലോ. നേരത്തെ പറഞ്ഞ വീക്ഷണം നിലനിർത്തിക്കൊണ്ട് യുദ്ധത്തെക്കുറിച്ച് ഒരു കാര്യം കൂടി പറയാൻ ആഗ്രഹിക്കുന്നു. ഞാൻ ഇന്ന് രാവിലെ ഒരു എഴുത്ത് ഗ്രൂപ്പിൽ ഒരു യുദ്ധത്തെക്കുറിച്ചുള്ള ഒരു കവിത വായിച്ചു. അപ്പോൾ എനിക്ക് ഓൾറെഡി ഉണ്ടായിരുന്ന ഒരു ചിന്തയാണ്. ഈ കവിത വായിച്ചപ്പോൾ അതൊന്നുകൂടി തോന്നി. യുദ്ധങ്ങളെല്ലാം ഒഴിവാക്കപ്പെടേണ്ടതാണ്. യുദ്ധങ്ങളെല്ലാം മോശമാണ്, നല്ല കാര്യമല്ല, ഡാമേജേ ഉണ്ടാക്കുന്നുള്ളൂ എന്നുള്ളതാണ് ആ കവിതയുടെ ഇതിവൃത്തം. അങ്ങനത്തെ ഒരുപാട് കവിതകളും കഥകളും എഴുത്തിൻ്റെ ഗ്രൂപ്പുകളിലും മേഖലകളിലും കാണാറുണ്ട്. തീർച്ചയായിട്ടും ആ കവിത എഴുതിയവരെയും ആ കവിതയുടെ കണ്ടന്റിനെയും ഉദ്ദേശശുദ്ധിയെയും പൂർണ്ണമായിട്ട് മാനിക്കുന്നു. യുദ്ധങ്ങൾ കൊണ്ട് നഷ്ടങ്ങൾ ഒരുപാടുണ്ടാകുന്നുണ്ട്. ജീവനും സ്വത്തിനും സമാധാനത്തിനും പിന്നെ നമുക്ക് അളക്കാൻ കഴിയുന്നതും കഴിയാത്തതുമായ ഒരുപാട് നാശനഷ്ടങ്ങൾ ഉണ്ടാകുന്നു. അപ്പോൾ യുദ്ധങ്ങൾ കൊണ്ടുള്ള എല്ലാ നഷ്ടങ്ങളെയും പൂർണ്ണമായിട്ട് മനസ്സിലാക്കുമ്പോഴും യുദ്ധങ്ങൾ പൂർണ്ണമായും ഒഴിവാക്കുക എന്നുള്ളത് പറയാൻ എളുപ്പമാണ്, പക്ഷേ പ്രാക്ടിക്കലി അത് കഴിയുമോ എന്നുള്ളതും ചിന്തിക്കണം. അതുപോലെ എല്ലാ യുദ്ധങ്ങളെയും നമുക്ക് ഒരു നുഖത്തിൽ വെട്ടാൻ കഴിയില്ല. യു കനോട്ട് പുട്ട് ഓൾ ദ വാർസ് ഇൻ വൺ ബാസ്ക്കറ്റ് എന്ന് പറയേണ്ടി വരും. പല കാരണങ്ങൾ കൊണ്ട് നടക്കുന്ന യുദ്ധങ്ങളുണ്ട്. ജനറലായിട്ട് പറഞ്ഞു കഴിഞ്ഞാൽ 2 തരം യുദ്ധങ്ങളുണ്ട്. ഒന്ന് അധിനിവേശ ശക്തികൾ, അത് വ്യക്തിതലത്തിലോ സമൂഹ തലത്തിലോ രാജ്യതലത്തിലോ ഏത് തലത്തിലും ആയിക്കോട്ടെ, ഈ പറഞ്ഞതിനെല്ലാം എല്ലാ കോണ്ടെക്സ്റ്റിലും ആപ്ലിക്കബിലിറ്റി ഉണ്ട്. അവർ രാജ്യങ്ങളെ ആക്രമിക്കാനും കീഴ്പ്പെടുത്താനും അധിനിവേശം നടത്താനും സാമ്പത്തികവും സാമൂഹികവും മതപരവുമായ ചൂഷണങ്ങൾ നടത്താനും എല്ലാമുള്ള ശ്രമത്തിന് വേണ്ടി നടത്തുന്ന അധിനിവേശ യുദ്ധങ്ങളുണ്ട്. അപ്പോൾ പല രൂപത്തിൽ നമ്മൾ പലയിടത്ത് പണ്ടും ഇന്നും കാണുന്നുണ്ട്. അത്തരം യുദ്ധങ്ങൾ ഒരു കാരണവശാലും അംഗീകരിക്കാൻ കഴിയില്ല. യാതൊരു പ്രകോപനവുമില്ലാതെ, യാതൊരു കാരണവുമില്ലാതെ, സ്വയരക്ഷയുടെ യാതൊരു ഇതുമില്ലാതെ അങ്ങോട്ട് പോയി ആക്രമിക്കുക, നാശങ്ങൾ ഉണ്ടാക്കുക എന്നുള്ളത് തീർച്ചയായും എതിർക്കപ്പെടേണ്ടത് തന്നെയാണ്. ദാറ്റ്സ് എൻ ഈവിൾ. പക്ഷേ വേറൊരു തരത്തിലുള്ള യുദ്ധം കൂടിയുണ്ട്. ഇങ്ങോട്ട് ആക്രമണങ്ങൾ വരുമ്പോൾ സ്വയം പ്രതിരോധിക്കാൻ വേണ്ടി, അല്ലെങ്കിൽ സ്വന്തം വ്യക്തിത്വമാണെങ്കിലും കുടുംബമാണെങ്കിലും സമൂഹമാണെങ്കിലും സത്വമാണെങ്കിലും രാഷ്ട്രമാണെങ്കിലും അവ സംരക്ഷിക്കാൻ വേണ്ടി, അവയെ അധിനിവേശ ശക്തികളുടെ അധിനിവേശ രാജ്യങ്ങളുടെ ആക്രമണത്തിൽ നിന്ന് തടയാൻ വേണ്ടി ആയുധമെടുത്ത് പോരാടേണ്ടി വരുന്ന യുദ്ധങ്ങളുണ്ട്. ഇപ്പോൾ ഭാരതം എന്നുള്ള രാജ്യം നമ്മൾ യുദ്ധം ചെയ്തിട്ടുള്ളത് അങ്ങനെ മാത്രമാണ്. നമ്മളൊരു രാജ്യത്തെയും അങ്ങോട്ട് ആക്രമിച്ചിട്ടില്ല. നമ്മളെ ആക്രമിക്കാൻ വന്ന പാകിസ്ഥാൻ ചൈനയും ഉൾപ്പെടെയുള്ളവരെ നമ്മൾ പ്രതിരോധിക്കാൻ ശ്രമിച്ചിട്ടുണ്ട്. ചിലതിൽ വിജയിച്ചിട്ടുണ്ട്, ചിലതിൽ അത്ര വിജയം ഉണ്ടായിട്ടില്ല. അപ്പോൾ നമ്മുടെ രാജ്യം തന്നെ അതിൻ്റെ ഉദാഹരണമാണ്. ഇങ്ങോട്ട് ആക്രമിക്കാൻ വരുമ്പോൾ നമുക്ക് സമാധാനത്തിന് ഒരു പരിധിയിൽ കഴിഞ്ഞ് ശ്രമിക്കാൻ പ്രാക്ടിക്കലി കഴിയില്ല. അപ്പോൾ സ്വയരക്ഷയ്ക്ക് വേണ്ടി, സ്വന്തം രാജ്യത്തിൻ്റെ സുരക്ഷയ്ക്ക് വേണ്ടി, സ്വന്തം ധർമ്മത്തിന് വേണ്ടി യുദ്ധം ചെയ്യേണ്ടി വരുമ്പോൾ ആ യുദ്ധം അനിവാര്യമാകുന്നു. അത്തരം അവസരങ്ങളിൽ നമ്മൾ യുദ്ധം മോശമാണ് എന്ന് പറഞ്ഞ് ഒഴിഞ്ഞിരുന്നിട്ട് കാര്യമില്ല. നമ്മുടെ ഭഗവത്ഗീത തന്നെയാണ് ഏറ്റവും വലിയ ഉദാഹരണം. യുദ്ധം അനിവാര്യമായൊരു ഘട്ടത്തിൽ സ്വധർമ്മം അനുസരിച്ച് യുദ്ധം ചെയ്യാൻ അർജുനനോട് പറഞ്ഞതാണ് ശ്രീകൃഷ്ണൻ പറയുന്നുണ്ട് ഭഗവത്ഗീതയിൽ. അവരുടെ ഒളിച്ചോട്ടമോ വേറെ രീതികളോ അല്ല വേണ്ടത്. യുദ്ധം ഒഴിവാക്കാൻ പരമാവധി ശ്രമിച്ചു പാണ്ഡവർ. സൂചി കുത്താനിടം പോലും തരില്ല എന്ന് ദുര്യോധനൻ പറഞ്ഞതിൻ്റെ പേരിലാണ് ആ യുദ്ധം ഉണ്ടായത്. ആ ഒരു അവസ്ഥയിൽ എത്തിക്കഴിയുമ്പോൾ പിന്നെ യുദ്ധഭൂമിയിൽ നിന്ന് എന്തിൻ്റെ പേരിലാണെങ്കിലും ഒളിച്ചോടുന്നത് ഭീരുത്വമാണ്. അത് ധർമ്മത്തെ ഒറ്റുകൊടുക്കലാണ്. അതൊരു തരത്തിൽ ധർമ്മത്തോടുള്ള ചതിയാണ്, നീതി നിഷേധമാണ്. ഇതുപോലെ തന്നെ സ്വയരക്ഷയ്ക്കായിട്ടുള്ള യുദ്ധങ്ങൾ, സ്വന്തം രാജ്യത്തിൻ്റെ അഭിമാനത്തിനായിട്ടുള്ള, രാജ്യത്തെ അമ്മയായാണ് നമ്മൾ കരുതുന്നത്, മാതൃരാജ്യത്തിൻ്റെ സ്വന്തം അമ്മയുടെ അഭിമാനത്തിന് വേണ്ടി യുദ്ധം ചെയ്യേണ്ടി വന്നാൽ അതൊരിക്കലും ഒരു മോശം യുദ്ധമല്ല. അത് ഓരോ പൗരനും ഓരോ വ്യക്തിയും ചെയ്യേണ്ട യുദ്ധം തന്നെയാണ്. എല്ലാ യുദ്ധങ്ങളും യുദ്ധഭൂമിയിൽ അടരാട് വാളുകൊണ്ടോ അല്ലെങ്കിൽ തോക്കുകൾ കൊണ്ടോ മാത്രമല്ല നടത്തപ്പെടുന്നത് എന്നുള്ളതും കൂടി ഇവിടെ ചേർത്ത് പറയും. എല്ലാ കോണ്ടെക്സ്റ്റിലും യുദ്ധം എന്നുള്ളത് എടുക്കാം. അപ്പോൾ നമ്മൾ യുദ്ധങ്ങൾ ഒഴിവാക്കാൻ പരമാവധി ശ്രമിക്കുന്നുണ്ട്. നമ്മൾ അങ്ങോട്ട് ആരെയും ആക്രമിക്കാതിരിക്കുക. പക്ഷേ എല്ലാവിധ സമാധാന ശ്രമങ്ങൾക്കും അപ്പുറം സ്വന്തം രാജ്യത്തിന് ഭീഷണിയാവേണ്ടി വരുന്ന അവസരങ്ങളിൽ ഒരു രാജ്യമോ ഒരു വ്യക്തിയോ സ്വയം പ്രതിരോധിക്കുന്നതിന് അതൊരു മോശം യുദ്ധമല്ല. അതിനെ നമ്മൾ ബ്ലാങ്കറ്റായിട്ട് പറയുന്നതിനോട് എനിക്ക് യോജിപ്പില്ല. അപ്പോൾ യുദ്ധത്തെ എതിർക്കുമ്പോൾ ഈ ഒരു കോണ്ടെക്സ്റ്റ് കൂടി, ഈ ഒരു കാര്യം കൂടി നമ്മൾ പറയണം. അഭിനവ യുദ്ധങ്ങളിലെ വേറൊരു സങ്കടകരമായ കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ, പണ്ടത്തെ പോലെ യുദ്ധമുഖത്ത് മാത്രമല്ല യുദ്ധമുണ്ടാകുന്നത്. സാധാരണ മനുഷ്യർ, സിവിലിയൻസ്, അതിൽ തന്നെ സ്ത്രീകളും കുട്ടികളും ഒരുപാട് സഫറിങ്സ് അനുഭവിക്കേണ്ടി വരുന്നു എന്നുള്ളതാണ്. പലപ്പോഴും ആക്രമണം സാധാരണ യുദ്ധത്തിൽ ഒരു രീതിയിൽ നേരിട്ട് ഇടപെടാത്ത സ്ത്രീകളെയും കുട്ടികളെയും വരെ ഏറ്റവും കൂടുതൽ ബാധിക്കുന്നു. എന്താ പറയുക, ഇത്തരത്തിലുള്ള ആൾക്കാർ ആക്രമിക്കപ്പെടുന്നു. സ്കൂളുകളും ഷെൽട്ടർ ഹോമുകളും വരെ തകർക്കപ്പെടുന്നു. അതുപോലെ ഇവരെ പരിചയമായിട്ട് ഭീകരവാദ സംഘടനകൾ ഉപയോഗിക്കുന്നു, ഇവരെ ബന്ദികളാക്കുന്നു, ഇവരെ വച്ച് വിലപേശുന്നു. അങ്ങനെ ഒരുപാട് രീതിയിൽ സാധാരണ ജനങ്ങളെ യുദ്ധത്തിൽ അനുഭവിക്കുന്നുണ്ട്. അത് തീർച്ചയായിട്ടും സങ്കടകരമായ ഒരു കാര്യമാണ്. പക്ഷേ എന്നിരുന്നാലും എല്ലാ യുദ്ധങ്ങളും നമുക്ക് ഒഴിവാക്കാൻ കഴിയുന്നതല്ല എന്നുള്ളത് നമ്മൾ എടുത്ത് ഓർമ്മിക്കേണ്ടതാണ്. പിന്നെ ഇന്ത്യ പോലത്തെ ഒരു രാജ്യത്തിന് ഉദാഹരണം തന്നെ വീണ്ടും എടുക്കുന്നു. നമ്മുടെ പട്ടാളക്കാർ അതിർത്തിയിൽ ശക്തമായി നിലനിൽക്കുന്നത് കൊണ്ടും നമുക്ക് ശക്തിയുള്ളത് കൊണ്ടും നമ്മളൊരു സൈനിക ശക്തി ആയതുകൊണ്ടും നമുക്ക് നമ്മളെ സ്വയം പ്രതിരോധിക്കാൻ കഴിയുന്നത് കൊണ്ട് മാത്രമാണ് ഇവിടെ സമാധാനം ഉണ്ടാകുന്നത്, അല്ലേ? അല്ലെങ്കിൽ പാകിസ്ഥാൻ, ചൈന പോലത്തെയുള്ള രാജ്യങ്ങൾ, ഇപ്പോൾ ബംഗ്ലാദേശും അവിടെയൊക്കെ നടക്കുന്ന എന്താണെന്നുള്ളത് സാമാന്യ ബോധമുള്ള എല്ലാവർക്കും അറിയാം. ഇത്തരം രാജ്യങ്ങളുടെ നടുക്കും ഇന്ത്യക്ക് വലിയ കുഴപ്പമില്ലാതെ നിൽക്കാൻ കഴിയുന്നത് നമുക്ക് ശക്തിയുള്ളത് കൊണ്ടാണ്. ശക്തൻ്റെ ഭാഷയാണ് പലപ്പോഴും ഇത്തരം രാജ്യങ്ങൾക്കും ഒക്കെ മനസ്സിലാവുകയുള്ളൂ.
അപ്പോൾ ശക്തി എന്നുള്ളത്, ആയുധശേഷി എന്നുള്ളത്, യുദ്ധം എന്നുള്ളത് എപ്പോഴും ഒരു മോശം കാര്യമല്ല. എന്തിനു വേണ്ടിയാണ് യുദ്ധം ചെയ്തത്, ആരാണ് യുദ്ധം തുടങ്ങിയത്, എന്ത് തരത്തിലാണ് യുദ്ധം ചെയ്യപ്പെടുന്നത് തുടങ്ങിയ കാര്യങ്ങൾ കൂടി പരിഗണിച്ച് വേണം നമ്മൾ യുദ്ധത്തെ അടച്ചാക്ഷേപിക്കാൻ. അപ്പോൾ ഇനിയെങ്കിലും നമ്മൾ യുദ്ധങ്ങളെക്കുറിച്ച് ചിന്തിക്കുമ്പോൾ, യുദ്ധങ്ങളെക്കുറിച്ച് പറയുമ്പോൾ ഈ ഒരു കാര്യം മനസ്സിൽ വെക്കുക. ചില യുദ്ധങ്ങൾ നടന്നതുകൊണ്ടാണ് നമുക്ക് സമാധാനമായിട്ട് ഇരിക്കാൻ കഴിയുന്നത്. ഭാരതത്തിനെ എത്രയോ അധിനിവേശ ശക്തികൾ കാലങ്ങളോളം ആക്രമിച്ചിരിക്കുന്നു. പലപ്പോഴും നമുക്ക് ശക്തിയോ സ്വയം പ്രതിരോധിക്കാനുള്ള ശേഷിയോ ഒരുമയോ ഇല്ലാത്തത് കൊണ്ട് നമുക്ക് ഒരുപാട് കാലം അധിനിവേശത്തിൽ കഴിയേണ്ടി വന്നു. മുഗളന്മാർ, ബ്രിട്ടീഷുകാർ, ഡച്ചുകാർ നമ്മളെ ആരൊക്കെയാണ് ആക്രമിച്ചിട്ടുള്ളതെന്ന് കയ്യും കണക്കുമില്ല. അപ്പോൾ ഭാവിയിലെങ്കിലും ശക്തമായ ഭാരതം വേണം. ശക്തമായ വ്യക്തികളും ശക്തമായ കുടുംബങ്ങളും ശക്തമായ സമൂഹങ്ങളും ശക്തമായ രാജ്യവും വേണം. ആ ശക്തി എപ്പോഴും ധർമ്മത്തോട് ചേർന്നതായിരിക്കണം. യഥാർത്ഥ ധർമ്മബോധവും ശക്തി, ഈ ഒരു കോമ്പിനേഷനാണ് നമ്മൾ എല്ലാ തലത്തിലും ഉണ്ടായിരിക്കാൻ ശ്രമിക്കേണ്ടത്. അപ്പോൾ യുദ്ധം ചില സമയങ്ങളിൽ അനിവാര്യമാണ്. നമ്മളായിട്ട് തുടങ്ങാതിരിക്കുക. യുദ്ധത്തിലും ഒരു മിനിമം ധർമ്മം നമുക്ക് പാലിക്കേണ്ടിയിരിക്കുന്നു. എന്തിനു വേണ്ടിയുള്ള യുദ്ധം എന്ന് നോക്കിയിട്ടേ നമുക്കതിനെ അടച്ചാക്ഷേപിക്കാൻ കഴിയുകയുള്ളൂ എന്നതാണ് ഞാൻ പറയാൻ ഉദ്ദേശിച്ച കോർ